ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു നൂഡിൽസാണ് ഷെസ്വാൻ നൂഡിൽസ്. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളച്ച് അതിലേക്ക് നൂഡിൽസും കുറച്ച് ഉപ്പും ഓയിലും എല്ലാം ഒഴിച്ച് നൂഡിൽസ് ഒന്ന് വേവിച്ച് ഊറ്റി ഒന്ന് മാറ്റി വെക്കണം. അതിലോട്ടൊരു ഇത്തിരി ഓയിൽ കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാൻ വേണ്ടി അവിടെ വെക്കാം. പിന്നെ 2 മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉപ്പും പെപ്പറും എല്ലാം ഇട്ടിട്ട് മുട്ട നന്നായിട്ടൊന്ന് അടിക്കുക. പിന്നെ പാനിൽ ഓയിൽ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ മുട്ട ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതോടെ മാറ്റി വെക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ചിക്കൻ ഇടുന്നുണ്ടെങ്കിൽ അത് ഉപ്പും പെപ്പറും ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ മുട്ട മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി അതവിടെ കോരി മാറ്റി വെച്ചതിന് ശേഷം സെയിം പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. അതിൽ വെളുത്തുള്ളിയും സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ടുണ്ടല്ലോ അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ അതിന് ശേഷം അതിലോട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, പിന്നെ ഒരു ചെറിയ പീസ് ക്യാബേജ്. ഞാൻ ഇത്ര ഇടുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. പിന്നെ അതെല്ലാം നന്നായിട്ടൊന്ന് വാട്ടി അധികം കുക്കാവൊന്നും വേണ്ട. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ്, പിന്നെ 1/4 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഇതുമെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പെപ്പറും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്, ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കുക. നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് ഇട്ടിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗവും ആ ഒരു വെജിറ്റബിൾസ് നൂഡിൽസും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആണ്. പിന്നെ വെജിറ്റബിൾസ് ഇട്ട സമയത്ത് ഉപ്പെല്ലാം നിങ്ങൾ നോക്കിയിട്ടിടണം. അപ്പോൾ ഇത് അടിപൊളി ഷെസ്വാൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടി മേലെ ഇട്ടതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.